ഇത്തിക്കര ബ്ലോക്കിന്റെയും ജില്ലാ ആയുർവേദ മെഡിക്കൽ യൂണിറ്റിന്റെയും പദ്ധതിയായ ആയുർ പാലിയം ക്യാമ്പ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. സമുദ്രതീരം ചെയർമാൻ ക്യാമ്പിന് സ്വാഗതം ആശംസിച്ചു. ഇത്തിക്കര ബ്ലോക്കിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് ടീം അംഗങ്ങൾ ഡോക്ടർ ഉൾപ്പെടെ ഇന്ന് സമുദ്രത്തെ കൂട്ടുകുടുംബത്തിലെ അച്ഛനമാരെ പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ കൂട്ടുകുടുംബത്തിലെത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പറും അപ്പുകൂട്ടൻപിള്ള ഉൾപ്പെടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മേഡം ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സമുദ്ര കൂട്ടുകുടുംബത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ജിജുരാജു സംസാരിച്ചു. ആയുർ പാലിയം, അതായത് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറും ഒപ്പം തന്നെ 2-3 ജീവനക്കാരും ഉണ്ട്. അവർ കിടപ്പ് രോഗികളെ പരിശോധിക്കുക, വീട്ടിൽ ചെന്ന് അവരെ പരിചരിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. പക്ഷേ ഓൾഡ് ഏജ് ഹോമുകളിലും അതേപോലെ തന്നെ പകൽ വീടുകളിലും വളരെ അപൂർവമായിട്ടേ പോകാറുള്ളൂ. എങ്കിലും വളരെ യാദൃച്ഛികമായിട്ടാണ് വാർഡ് മെമ്പറും ഒപ്പം തന്നെ നമ്മുടെ ആശാ വർക്കറും എല്ലാം കൂടി ചേർന്ന് ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിസിറ്റിനെ കുറിച്ചുള്ളൊരു ആശയം വരികയും, അത് കല്ലുവാതകത്തെ ഡോക്ടറാണ് ഞാൻ. അപ്പോൾ അവിടെ ഡോക്ടർ എന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനും താല്പര്യം പ്രകടിപ്പിച്ചു. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. സമുദ്ര വിഷൻ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന വ്യക്തി. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാം ചേർന്ന് വളരെ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ജീവിതത്തിലും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർ, അച്ഛന്മാരും അമ്മമാരും അവരെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിചരണം, ഒപ്പം തന്നെ മരുന്നുകൾ, അവർക്കൊരു മാനസികമായിട്ടുള്ള സന്തോഷം, അവർക്കൊരു ഒരു ഷെൽട്ടർ, അവർക്ക് സന്തോഷമായി താമസിക്കാനുള്ള ഒരു ഇടം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ദൈവത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയുർ പാലിയം ഇൻചാർജ് ഡോക്ടർ ജലനിധി ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. നമ്മൾ പ്രധാനമായിട്ട് പാലിയേറ്റീവ് പേഷ്യൻസിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഇടയ്ക്ക് 2-3 മാസത്തിൻ്റെ ഇടവിൽ നമ്മളിതുപോലുള്ള ഓൾഡ് ഏജ് ഹോമിൽ വരാറുണ്ട്. അതുപ്രകാരമാണ് നമ്മളിവിടെ ഇന്ന് സമുദ്രതീരത്തിൽ ഇങ്ങനെ ഒരു എല്ലാവരെയും വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ സിന്ധു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒന്ന് വരണമെന്ന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല രീതിയിലാണ്. ഞങ്ങൾ ചെറിയ രീതിയിലൊരു നമ്മളൊരു ക്യാമ്പ് നടത്താം എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാം നല്ല സെറ്റപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാരെ കാണുമ്പോൾ അവരെല്ലാവരും നല്ല രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റി. നമ്മളുള്ളിൽ ഒരുപാട് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ കൊച്ചു കൊച്ചു ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ നമുക്കതെല്ലാം മറക്കാനും കുറച്ചും കൂടെ എല്ലാവരും സഹകരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഇവിടെയുള്ള എല്ലാ മെമ്പറായാലും നമ്മുടെ ആശാ വർക്കർ എല്ലാവരും സപ്പോർട്ടിംഗ് ആണ്. നമ്മളൊരു ചെറിയൊരു ആശയം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒത്തുകൂടിയും വേറുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വാർഡുകളെ അപേക്ഷിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ കൂടി. അപ്പോൾ ഇത്രയും നല്ല സഹകരണമുള്ള ടീമാണെന്ന് മനസ്സിലായി നമ്മുടെ എല്ലാവരും, ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്കിതിൽ നിങ്ങളോട് എല്ലാവരോടും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഒരു നേഴ്സും ഒരു തെറാപ്പിസ്റ്റുമാണ് ഉള്ളത്. നമ്മൾ 3 പേരുമാണ് ഈ ആയുർ പാലിയം എന്നുള്ളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി 3 മാസം അല്ലെങ്കിൽ 2 മാസം ഇടവിട്ട് നമ്മൾ ഇതുപോലുള്ള ഓൾഡ് ഏജ് നമ്മൾ വീണ്ടും വരും, സമുദ്രത്തിൽ വരും, നമ്മൾ ഇതുപോലുള്ള വിസിറ്റിങ് ചെയ്യും. തുടർന്ന് കല്ലുവാതുക്കൽ വാർഡ് മെമ്പർ അപ്പുകുട്ടൻപിള്ള, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ക്യാമ്പിന് ആശംസ അർപ്പിച്ചു. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തേവാസികളെ എല്ലാവരെയും ചെറിയൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡോക്ടർ മുൻകൈയെടുത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഒരു ദിവസം നമ്മളിവിടെ ഉള്ള അന്തേവാസികളെ വന്ന് കാണുകയും ചെക്ക് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന മരുന്നുകളും പലറ്റും കുറിച്ച് തരികയും
അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ സംസാരിച്ച ഡോക്ടർ പറഞ്ഞത്. ഇതിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സഹകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകളാണ്. വിവിധങ്ങളായ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, നിങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാലും, നമ്മളിപ്പോൾ PHC നിന്ന് വരാറുണ്ട്, ഡോക്ടർ വരാറുണ്ട്, അതുപോലെ നമ്മളെ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വന്ന് നിങ്ങളെ കാണാറുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ആയുർവേദത്തിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.